ഇവിടെ ചായം കടിയൊന്നുമില്ല. ഇപ്പോൾ വന്നിട്ടുള്ളൂ. അപ്പൊ ഇത് ചായം കടി പീടിയ പോയിട്ട് കഴിക്കാം. പീടി പോയിട്ട് വേണം ടൈം വേസ്റ്റ് ആക്കാം. നിങ്ങൾ പോയി പണിയെടുത്താണി പോകുമ്പോൾ കുടിച്ചോളി കടയിൽ നിന്ന്. പ്രമോദേട്ടാ, പ്രമോദേട്ടാ, പ്രമോദേട്ടാ. ആരാ ഞങ്ങൾ ഇവിടെ ചെത്താൻ വേണ്ടി. ഇന്നലെ പറഞ്ഞേ. ശരി. എന്താ ഇത്ര നേരത്തെ? ഭയങ്കര വെയിലല്ലേ ഏട്ടാ. അപ്പൊ രാവിലെ 6 മണിക്ക് എന്നിട്ട് ഒരു 2 മണിയാകുമ്പോ പോകുന്ന രീതിയിൽ. ശരി ശരി. അത് നിങ്ങൾ നിൽക്കാതെ പണിയൊന്നും എടുക്കണ്ട. ഇടയ്ക്ക് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ആക്കുമ്പോഴൊക്കെ കൊടുത്താൽ മതി കേട്ടോ. ബാക്കിൽ കേട്ടോ ഒന്ന് ചെത്തി ഒന്ന് സെറ്റാക്കി. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ചോദിക്കാം. ശരി ശരി, ഓക്കെ. ഞങ്ങൾ പോട്ടെ. ഏട്ടാ മുതലാളി സൂപ്പറാണ്, സൂപ്പർ. പാമ്പുണ്ടോ നോക്കണം. നല്ല ചൂടുള്ളതുകൊണ്ടേ പാമ്പുണ്ടാവും. എന്തായി? കട്ട അടിക്കൊക്കെ പറഞ്ഞോട്ടെ. ഇത് കുറച്ച് മുരുമുള്ള കേട്ടോ. മുരുമുള്ള ചൂടല്ലേ, കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പണിയെടുത്താൽ മതി കേട്ടോ. ഫുഡ് ഇവിടുന്ന് കഴിക്കാം കേട്ടോ. ഓക്കെ, വീട്ടിലുണ്ട് ഫുഡ് കേട്ടോ. കഴിച്ചിട്ട് പോയാൽ മതി. ഓക്കെ. നല്ല മുതലല്ലേ, സൂപ്പറാണ് മാലിക്, അടിപൊളി. നല്ല മോശമല്ലേ. ഇന്നലെ നമ്മളോട് വെള്ളം ചോദിച്ചപ്പോ ബായ് കുറച്ച് പാനി വേണം ബായ്. വെള്ളം ചൂടില്ലേ? ഭയങ്കര ചൂട് ബായ്, വെയില്. നമുക്ക് കാക്കനോട് ഇച്ചിരി വെള്ളം ചോദിക്കാം. ചണ്ട വെള്ളം, തണുത്ത വെള്ളം ബായ്. തണുത്ത വെള്ളം കാക്കാ, കാക്കാ ഇച്ചിരി വെള്ളം തരുമോ? വെയിലാവണില്ല കാക്കേ. കാക്കോ അല്ല എന്താ ഇരിക്കണേ? കാക്കാ വെയില് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, കുറച്ച് വെള്ളം തരും. ഇരിക്കണീനാ വെള്ളം? അല്ല നിങ്ങൾ പണിയെടുക്കാൻ വന്നതോ ഇരിക്കാൻ വന്നതോ? കാക്ക ചൂട് സഹിക്കാൻ വയ്യ, കുറച്ച് വെള്ളം തരിക. വെള്ളാക്കണ പൈപ്പിലേ തണുത്ത വെള്ളത്തിന്. തണുത്ത വെള്ളം നല്ല കിണറ്റില് വെള്ളം അവിടുത്തെ മുക്കി കുടിച്ചോളി. അത് വേഗം നോക്കി. എന്താ ബായ് കുറച്ച് പാനി ചോദിച്ചിട്ട് തരുന്നില്ലല്ലോ. ബായ് നമുക്ക് പണിയെടുക്കാം ബായ്, നമുക്ക് വീട്ടിൽ പോയി കുടിക്കാം. ശരി ബായ്. കേറിയോ? കേറി. എന്നാ ഭക്ഷണം കഴിക്കല്ലേ? നമ്മട്ടാ പുറത്തേക്ക് എടുത്തോളൂ. പുറത്തേക്കോ? അങ്ങനെ അകത്തിരുന്ന് കഴിക്കാം. ഇല്ല മേലൊക്കെ പൊടി. അയ്യോ അതൊന്നും കുഴപ്പമില്ല. എടാ നമുക്ക് മനുഷ്യന്മാരല്ലടാ, അത് കഴിക്കാട്ടോ. അല്ലല്ല കുഴപ്പമില്ല, അകത്തിരുന്ന് കഴിക്കാം. എന്തേലും വേണേ പറയണേ. വേണ്ട വേണ്ട, ഇവർക്ക് എന്താ നോക്കട്ടാ? ഓക്കെ ശരി. ഏട്ടാ ഇന്നലെ നമ്മളവിടെ പണിക്ക് പോയിട്ട് പട്ടിണി ഏട്ടാ. ശരിയാ. ഏട്ടാ വിശക്കിട്ടേട്ടാ, 2 ചപ്പാത്തി റൊട്ടി എന്തെങ്കിലും കിട്ടുമോ? മുതലാളി വെക്കാം, നമുക്ക് ചോദിക്കാം. കിട്ടും. 11 മണിയായി. കിട്ടും, ചോദിക്കാം മുതലാളി വെട്ടെ. കാക്ക 11 മണി ചായ ഉണ്ടോ? ചായ ഉപ്പാ ഇത് നോക്കി. എന്തേ 11 മണി കുറച്ച് ചായ. ഇവിടെ ചായം കടിയൊന്നുമില്ല. ഇപ്പോൾ വന്നിട്ടുള്ളൂ. അപ്പൊ ഇത് ചായം കടി ഞങ്ങൾ പീടിയ പോയിട്ട് കഴിക്കാം. പീടി പോയിട്ട് വേണം ടൈം വേസ്റ്റ് ആക്കാം. നിങ്ങൾ പോയി പണിയെടുത്താണി പോകുമ്പോൾ കുടിച്ചോളി കടയിൽ നിന്ന്. നമുക്ക് പോയി പണിയെടുക്കാം. രാവിലെ ഒന്നും കഴിച്ചാൽ ഇല്ല, നമുക്ക് പണി കഴിഞ്ഞിട്ട് പോയിട്ട് നന്നായിട്ട് കഴിക്കാം. എന്താപ്പാ? ആ ഏഷ്യ എന്നിട്ടാ ഭയങ്കര ചൂട് ഉയർത്തൊരിക്ക. ആ പണി കഴിഞ്ഞു. ഒന്ന് പുറത്തിറക്കുന്ന ഇപ്പൊ തുടച്ചിട്ടോളാണ്. ചവിട്ടി കളിയാക്കാം. ഞാനോട് വരാം. പ്രമോട്ട കഴിച്ചോ? കഴിച്ചു. ബാബു കഴിച്ചില്ലേ? പ്രമോട്ട ഇതിൽ കൂടുതലുണ്ട്. കൂടുതലാ? ഞങ്ങൾക്ക് 1600 റുപ്യ. അല്ല അത് കുഴപ്പമില്ല, വെച്ചോ. പ്രമോട്ട
എന്താ എന്താളും ഞങ്ങൾ ഇന്നലെ ഒരു സ്ഥലത്ത് പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ എന്തേ പണിയൊക്കെ കഴിഞ്ഞു. ഇപ്പൊ തന്നെ നേരെ 2 മണി ആയിട്ടുള്ളൂ. കാക്ക, നമ്മൾ 6 മണിക്ക് തുടങ്ങുന്നില്ലേ, 2 മണിക്ക് നിർത്തലുമാണ്. ഇപ്പൊ ഈ വെയിലിന്റെ ചൂടുകൊണ്ട് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഇവിടെ ആണെങ്കിൽ നമ്മൾ രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ല. ആഹാ, അത് തിരക്കിടില്ലല്ലോ. വിശന്നിട്ടാണ് പാടില്ല. കാക്ക ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല. കൂലി കൊടുത്താൽ നമ്മൾ പോകും. ഇനിയിപ്പോ അതും വേണോ? ആ 1000. മുതലാളി, ഇത് 1000 ഉള്ളൂ, 600 കൂടി വേണം. നിങ്ങൾ ഉച്ചവരെ പണി കഴിഞ്ഞാൽ 1600 ഒന്നും ഉണ്ടാവില്ല, 1000 തന്നെ ഉണ്ടാവുള്ളൂ. ഞങ്ങൾക്ക് എല്ലായിടത്തും 800 വെച്ചിട്ട് അത് കിട്ടുന്നത് വാങ്ങിച്ചോളീൻ, നിന്റെ അടുത്ത് കിട്ടൂല. ഒരു 600 കൂടി തരും. ഇനി ഒരു പൈസ ഞാൻ തരൂല. ഇവിടെ ഒരു വെള്ളം പോലും ഞങ്ങൾക്ക് തന്നിട്ടില്ല. ആ നിങ്ങൾ പണിയെടുക്കാൻ വന്നല്ലേ, ഇവിടെ വെള്ളം കുടിച്ചാൻ വന്നാ ഒരു 500 എങ്ങനെ തരുമോ? ₹1 കിട്ടൂല. പോയിക്കോളി, ആ ഗേറ്റ് അടിച്ചോളി പോകുമ്പോ. എന്ത് മുതലാളിയാട്ടാ ഇത്? എന്താ ചെയ്യാം, ചില ആളുകൾ അങ്ങനെയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഭയങ്കര ചൂടും വെയിലൊക്കെ ആണല്ലോ. ആരോഗ്യ വകുപ്പ് തന്നെ പറയുന്നുണ്ട് വെയിൽ കൊള്ളാൻ പാടില്ല, എപ്പോഴും വെള്ളം കുടിക്കണം എന്നൊക്കെ. പക്ഷെ നിങ്ങളെപ്പോലത്തെ ആൾക്കാർ വെയിൽ കൊള്ളാതൊക്കെ നിന്ന് കഴിഞ്ഞാൽ വീട്ടിലത്തെ കാര്യം പട്ടിണിയാണ്. അപ്പം നമ്മളെപ്പോലത്തെ ഈ മുതലാളിമാരുണ്ടല്ലോ, ഈ പണി എടുപ്പിക്കുന്നവർ, അവരാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത്. പണിക്ക് വരുന്ന ഈ പാവങ്ങളെ പണിയെടുക്കുമ്പോൾ അവർക്ക് വേണ്ട കുറച്ച് വെള്ളം കൊടുക്കുക, അവർക്ക് ഇടയ്ക്ക് റെസ്റ്റ് കൊടുക്കുക, അവർക്ക് വേണ്ട ഫുഡ് കൊടുക്കുക, എന്നിട്ട് മാക്സിമം നേരത്തെ പണി പറഞ്ഞയക്കുക. ഈ കടുത്ത വെയിലൊക്കെ പണിയെടുക്കാൻ വരുന്ന നിങ്ങളെപ്പോലത്തെ ആളുകൾക്ക് അർഹതപ്പെട്ട കൂലി കൊടുക്കണം. അത് കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്താണ്? കാരണം ഇത് നിങ്ങളും മനുഷ്യന്മാരല്ലേ, അത് ചില ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. അതാണ്.